റമളാനിന്റെ രാത്രി കരയാനുള്ള രാത്രിയാണ്. ഹബീബ് കരഞ്ഞിട്ടുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കരയേണ്ട മാസമാണ്. കണ്ണുനീരുകൊണ്ടേ നരകത്തിന്റെ തീയണയ്ക്കാൻ പറ്റൂ. അല്ലാതെ അറബിക്കടലിലെ വെള്ളം മുഴുവൻ ഒഴിച്ചാലും നരകത്തിന്റെ തീയണയൂല. അതേ സമയത്ത് ഒരിറ്റു കണ്ണുനീര് റബ്ബിനെ ഭയന്നിട്ട് നിലത്ത് വീണാൽ അതുകൊണ്ട് നരകത്തിന്റെ തീയണയും. ഈ റമളാൻ വെറുതെയാകരുത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഒരു സുബഹിക്ക് ഞാൻ എന്റെ ഉപ്പ ഇമാമാണ്, ഞാൻ മൂന്നാമത്തെ സഫിലാണ്. ഞാൻ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ഉപ്പ ഖുർആൻ ഓതി കരയുകയാണ്. ആ തേങ്ങൽ എനിക്ക് മൂന്നാമത്തെ സഫിൽ നിന്ന് കേൾക്കാമായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് ചിലപ്പോൾ അവിടുത്തെ നെഞ്ചത്ത് നിന്ന് വറവ് ചട്ടിയിൽ പൊരിയുന്ന ശബ്ദമാണ് ഹബീബിന്റെ നെഞ്ചത്ത് നിന്ന് കേൾക്കുന്നത്. അവിടുന്ന് ഖുർആൻ ഓതിയിട്ട് കരയുകയാണ്. കരയേണ്ട മാസമാണ്. കണ്ണുനീരുകൊണ്ടേ നരകത്തിന്റെ തീയണയ്ക്കാൻ പറ്റൂ. അല്ലാതെ അറബിക്കടലിലെ വെള്ളം മുഴുവൻ ഒഴിച്ചാലും നരകത്തിന്റെ തീയണയൂല. അതേ സമയത്ത് ഒരിറ്റു കണ്ണുനീര് റബ്ബിനെ ഭയന്നിട്ട് നിലത്ത് വീണാൽ അതുകൊണ്ട് നരകത്തിന്റെ തീയണയും. ഈ റമളാൻ വെറുതെയാകരുത്.